പോർച്ചുഗൽ വിയസ് തുർക്കി മത്സരം. ഈ ഒരു മത്സരത്തിൽ ഈ ഒരു സ്കോർ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ പ്രതീക്ഷിച്ച സ്കോർ എന്ന് പറയുന്നത് 2-0 അല്ലെങ്കിൽ 2-1 അല്ലെങ്കിൽ 1-1 അല്ലെങ്കിൽ 1-0 പോർച്ചുഗൽ തന്നെ തോറ്റുപോകുക എന്നുള്ള സ്കോറുകളാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ആദ്യ മത്സരമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മികച്ച പെർഫോമൻസ് ആണ് രണ്ടാമത്തെ മത്സരത്തിൽ പോർച്ചുഗൽ കാഴ്ചവെച്ചത്. പോസ്റ്റിലേക്ക് ഒരുപാട് സാധ്യതകൾ വന്നിരുന്നു, ഒരുപാട് ഗോൾ അടിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഗോൾ അടിച്ചില്ല. അതുപോലെ തന്നെ മികച്ച കിട്ടിയ ചാൻസുകൾ പോർച്ചുഗൽ മുതലാക്കുകയും ചെയ്തു. അങ്ങനെ പോർച്ചുഗൽ 3-0 രണ്ടാമത്തെ മത്സരത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് യൂറോ കപ്പിലെ റൗണ്ട് 16ലേക്ക് പോർച്ചുഗൽ നിലവിൽ കടന്നു കഴിഞ്ഞു. എനിവേ പ്രീവിയസ് മത്സരവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോർച്ചുഗൽ തുർക്കിയുമായിട്ട് നേരിട്ട സമയത്ത് ഒരു മികച്ച പ്രകടനമാണ് കളിക്കളത്തിൽ കാണിച്ചു വെച്ചത്. അതുകൊണ്ട് തന്നെ കളിക്കളത്തിലെ ചില കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. കളിയിലെ ആദ്യത്തെ ചാൻസ് അത് ഡേഞ്ചറസ് ബോളായിട്ട് ക്രിയേറ്റ് ചെയ്ത് തുർക്കിയുടെ സൈഡിൽ നിന്നാണ്. തുർക്കിയുടെ റൈറ്റ് വിങ് ആണ് ഒരു നല്ലൊരു ക്രോസ് കൊടുക്കുന്നത്. ആ ഒരു സമയത്ത് ബാക്കിൽ നിന്ന് ഓടി വരുന്ന പ്ലെയറിനെ ക്യാൻസലോ കാണാത്തത് കൊണ്ടാണ് അതൊരു ഡേഞ്ചറസ് ബോൾ ആയത്. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് റൂബൻ ഡയസിനും അതുപോലെ തന്നെ ക്യാൻസലോക്കും വളരെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബോൾ തന്നെയായിരുന്നു. പിന്നെ രണ്ടാമത്തെ ചാൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൂവ് വളരെ കിടിലം മൂവായിരുന്നു. കാരണം ബ്രൂണോ പെപ്പയിലേക്ക് പന്ത് എത്തിക്കുന്നു. അതിനുശേഷം പെപ്പ മെൻഡസിലേക്ക് കൊടുക്കുന്നു. മെൻഡസ് ആ ഒരു പന്ത് ലിയോയിലേക്ക് എത്തിക്കുന്നു. ലിയോ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ത്രൂ പാസ് മെൻഡസിലേക്ക് വീണ്ടും കൊടുക്കുന്നു. അവിടെ മെൻഡസ് ഒരു ഗ്രൗണ്ട് ടച്ചിങ് ബോളാണ്, ഒരു ക്രോസ് ആണ് ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യുന്നത്. പക്ഷെ അത് ഡിഫ്ലക്ഷൻ മൂലം ബെർണാഡോ സിൽവയിലേക്കാണ് എത്തുന്നത്. ബെർണാഡോ വളരെ കാമായിട്ട് കൂളായിട്ട് പോസ്റ്റിലേക്ക് വളരെ കറക്റ്റായിട്ട് അത് ഗോളാക്കി മാറ്റുന്നു. ഫസ്റ്റ് ഗോളിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ പോർച്ചുഗലിന്റെ സൈഡിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അത്രമാത്രം നല്ലൊരു മൂവിൽ നിന്നാണ് ആ ഒരു ഗോൾ വന്നത്. അടുത്ത മൂവ് ആണെങ്കിലും ഒരു കിടിലൻ മൂവായിരുന്നു. ബ്രൂണോ ക്യാൻസലോക്ക് പന്ത് കൊടുക്കുന്നു. ക്യാൻസലോ ആ പന്ത് എടുത്തുകൊണ്ട് മുന്നോട്ട് നല്ലവണ്ണം കുതിക്കുന്നു. റൊണാൾഡോ മുൻപിലുണ്ട്. പക്ഷെ റൊണാൾഡോക്ക് മുമ്പിൽ 2 പ്ലേയേഴ്സ് റൺ ചെയ്യുന്നുണ്ട്. അത് കാണാതെ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു പാസ്സാണ് ക്യാൻസലോ അവിടെ റൊണാൾഡോക്ക് മുന്നിൽ വെച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവിടെ ആ പാസ് റൊണാൾഡോക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. റൊണാൾഡോ ഒരു മുഷിഞ്ഞ രീതിയിൽ ബാക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഒരു സെൽഫ് ഗോൾ അവിടെ വീണ് കഴിഞ്ഞു. കറക്റ്റായിട്ട് ആ സെൽഫ് ഗോൾ എന്ന് പറഞ്ഞ 2 പേരുടെ മിസ്റ്റേക്ക് മൂലമാണ് ആ സെൽഫ് ഗോൾ വീണത്. ഒന്ന് ഗോളിന്റെയും അതുപോലെ തന്നെ ആ ഒരു ബോൾ ഇട്ട് കൊടുക്കുന്ന വ്യക്തിയുടെയും അല്ലെങ്കിൽ ആ പ്ലെയറിന്റെയും മിസ്റ്റേക്ക് മൂലം അതുപോലെ തന്നെ ഗോളിന്റെയും മിസ്റ്റേക്ക് മൂലമാണ് ആ സെൽഫ് ഗോൾ വന്നത്. ഒരിക്കലും ആ ഒരു പ്ലെയറിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം സ്വന്തം ടീമിൻ്റെ അടുത്ത് ബോൾ എത്തും എന്ന് ഉറപ്പിച്ചിട്ടും ആ ഗോളി അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് വന്നത് അത് ഗോളിന്റെ തെറ്റാണ്. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേഷനും ഒരു കാര്യവും ഇല്ലാതെ ഗോളിന്റെ ആ ഒരു ഭാഗത്തേക്ക് ബോൾ അടിച്ച് കളഞ്ഞതും ആ ഒരു പ്ലെയറിന്റെ തെറ്റാണ്. അതുകൊണ്ട് ആ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് 2 പേരെടുത്തുണ്ട്. ഗോളിന്റെ അടുത്തായാലും അതുപോലെ തന്നെ ആ പ്ലെയറിന്റെ അടുത്തായാലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അതിനുശേഷം മൂന്നാമത്തെ ഗോൾ അതൊരു കിടിലൻ ഗോളായിരുന്നു. കാരണം ആദ്യത്തെ മത്സരത്തിൽ ഗോളൊന്നും ഇല്ലാതെ റൊണാൾഡോ മുഷിഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിലും ഹാഫ് ടൈമിന് ശേഷം ഗോൾ അടിക്കാതിരിക്കുന്ന റൊണാൾഡോക്ക് ഒരു ഓപ്പൺ ചാൻസ് കിട്ടുന്ന സമയത്ത് റൊണാൾഡോ തീർച്ചയായിട്ടും റൊണാൾഡോ പോലത്തെ ഒരു പ്ലെയർ ഒരു ടച്ച് ചെയ്താൽ തന്നെ അത് ഗോളാക്കി മാറ്റാമായിരുന്ന ഒരു ചാൻസ് ആണ്. ഗോളി മാത്രമേ ഉള്ളൂ, ഓപ്പൺ ചാൻസ് ആയിരുന്നു. പക്ഷെ റൊണാൾഡോ വളരെ കാമായിക്കൊണ്ട് അത് ബ്രൂണോയിലേക്ക് ബോൾ എത്തിക്കുകയും ബ്രൂണോ വളരെ കാമായിക്കൊണ്ട് അത് പോസ്റ്റിലേക്ക് അടിക്കുകയും ചെയ്തു. ആ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും റൊണാൾഡോ വിചാരിച്ചിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പ്ലേയേഴ്സിന്റെ ഇടയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ പോസിറ്റീവ് മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി തന്നെ ആയിരിക്കും റൊണാൾഡോ ആ ഒരു പാസ് കൊടുത്തിട്ടുണ്ടാവാം. കാരണം റൊണാൾഡോയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹമുള്ള ടീം അതെങ്ങനെയെങ്കിലൊക്കെ ജയിച്ചാൽ മതി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണ് റൊണാൾഡോ. ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ടീം ജയിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു വ്യക്തി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ഒരു പാസ് വീഴാനുള്ള ഒരു കാരണം. അദ്ദേഹം സെൽഫിഷ് ആണ് അല്ലെങ്കിൽ അദ്ദേഹം ഒറ്റബുദ്ധി കളിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നവരോട് ആ ഒരു ഗോൾ കണ്ടാൽ മനസ്സിലാവും. 2 ഗോളുകൾക്ക് ലീഡ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങനെയുള്ളൊരു ചാൻസ് കിട്ടിയിട്ടും അദ്ദേഹം അത് പോസ്റ്റിലേക്ക് സെൽഫായിട്ട് അടിക്കാതെ അദ്ദേഹം അസിസ്റ്റ് ചെയ്തത് ബ്രൂണോനെ കൊണ്ട് അടിപ്പിച്ചതും. അങ്ങനെ 3-0 കളി വിജയിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു റിസൾട്ടാണ് കളിക്ക് ശേഷം നമ്മൾ കണ്ടത്. കാരണം ഞാനും കളി കണ്ടത് 2-1 അല്ലെങ്കിൽ 1-0 അങ്ങനെയുള്ള ഒരു റിസൾട്ട് മൈൻഡിൽ വെച്ചാണ് കളി കണ്ടത്. പക്ഷേ ഒരു ബ്രില്യൻ പെർഫോമൻസ് അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പ്രീവിയസ് മാച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പോർച്ചുഗലിന്റെ ഈ ഒരു മാച്ചിൽ നമുക്ക് കിട്ടിയത്. ഒരുപാട് നല്ല രീതിയിലുള്ള മൂവ്സ് ഉണ്ട്. പക്ഷേ ചിലയിടങ്ങളിൽ നല്ല പാസ് കൊടുക്കാൻ റൊണാൾഡോക്ക് പാസ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് അവിടെ പാസ് കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ നല്ല ചാൻസ് കിട്ടുന്ന സമയത്ത് കറക്റ്റായിട്ട് പാസ് കൊടുക്കാതിരിക്കുക അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തീർച്ചയായിട്ടും ഈ കളിയിൽ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും പ്രീവിയസ് മാച്ചുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിവേ വീഡിയോ അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള കമന്റുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. Okay friends, bye bye. It's me, Scorers Man.